ശിവൻ സംഹാരമൂർത്തിയാണ്. എന്നാൽ ശിവന്റെ തന്നെ രൂപസാദൃശ്യമുള്ള, ശിവനെ പോലെ തന്നെ കരുത്തനായ മറ്റൊരാളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതെ, സാക്ഷാൽ പരമശിവന്റെ കോപത്തിൽ നിന്ന് ജനിച്ച അസുരൻ, ഇന്ദ്രനെ തോൽപ്പിച്ച, വിഷ്ണുവിനെ വെല്ലുവിളിച്ച, ഒടുവിൽ കൈലാസനാഥനെ വരെ നേരിടാൻ തയ്യാറായവൻ, ജലന്ധരൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുരാണങ്ങളിലെ ഏറ്റവും വലിയ ക്ലാഷ് ഓഫ് ടൈറ്റാൻസ് കഥയാണ്. ദേവന്മാരെ വിറപ്പിച്ച ജലന്ധരന്റെ ജനനത്തിന് പിന്നിലെ ആ രഹസ്യം എന്താണ്? ആരാണ് യഥാർത്ഥത്തിൽ ജലന്ധരൻ? കഥ തുടങ്ങുന്നത് ദേവേന്ദ്രനിൽ നിന്നാണ്. ഒരിക്കൽ ദേവേന്ദ്രനും ബൃഹസ്പതിയും കൈലാസത്തിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ആ സമയം ശിവൻ ഇന്ദ്രന്റെ അഹങ്കാരം പരീക്ഷിക്കാൻ തീരുമാനിച്ചു. വഴിയിൽ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച, ജടപിടിച്ച മുടിയുള്ള ഒരു യോഗിയുടെ രൂപത്തിൽ ശിവൻ അവരുടെ വഴി തടഞ്ഞു നിന്നു. അഹങ്കാരിയായ ഇന്ദ്രൻ ചോദിച്ചു, എടാ ഭ്രാന്ത, മാറി നിൽക്ക്, ഞാൻ ആരാണെന്ന് നിനക്കറിയില്ലേ? എന്നാൽ ആ യോഗി ഒന്നും മിണ്ടാതെ നിന്നു. ഇതിൽ കുപിതനായ ഇന്ദ്രൻ തന്റെ വജ്രായുധം എടുത്ത് ആ യോഗിക്ക് നേരെ പ്രയോഗിക്കാൻ ഒരുങ്ങി. പെട്ടെന്ന് ആ യോഗിയുടെ ഭാവം മാറി. സാക്ഷാൽ പരമശിവന്റെ മൂന്നാം തൃക്കണ്ണ് തുറന്നു. അതിൽ നിന്നും വന്ന ഭീമാകാരമായ അഗ്നി കണ്ട് ഭയന്ന ബൃഹസ്പതി ശിവനോട് ഇന്ദ്രന് വേണ്ടി മാപ്പപേക്ഷിച്ചു. ബൃഹസ്പതിയുടെ അപേക്ഷ കേട്ട് ശിവൻ ശാന്തനായി. പക്ഷെ തുറന്ന മൂന്നാം കണ്ണിലെ കോപാഗ്നി വെറുതെ കളയാൻ കഴിയില്ലല്ലോ. ശിവൻ ആ തീഗോളം നേരെ സമുദ്രത്തിലേക്ക് എറിഞ്ഞു. അഗ്നിയും ജലവും കൂടി ചേർന്ന ആ നിമിഷം സമുദ്രം തിളച്ചു മറിഞ്ഞു. ആ തീഗോളത്തിൽ നിന്ന് ഒരു കുഞ്ഞു ജനിച്ചു. അവന്റെ കരച്ചിൽ കേട്ട് ലോകം മുഴുവൻ നടുങ്ങി. സമുദ്രത്തിൽ നിന്ന് ജനിച്ചതുകൊണ്ട് അവന് ബ്രഹ്മാവ് പേരിട്ടു ജലന്ധരൻ. ശിവന്റെ അംശമായതുകൊണ്ട് തന്നെ ജലന്ധരൻ അതിശക്തനായിരുന്നു. അവൻ വളർന്ന് അസുരന്മാരുടെ ചക്രവർത്തിയായി. സ്വർഗം ആക്രമിച്ച അവൻ ഇന്ദ്രനെ നിഷ്പ്രയാസം തോൽപ്പിച്ചു. 3 ലോകങ്ങളും അവന്റെ കാൽക്കീഴിലായി. പക്ഷേ അവന്റെ യഥാർത്ഥ ശക്തി അവന്റെ വാളോ ആയുധങ്ങളോ ആയിരുന്നില്ല. അത് അവന്റെ ഭാര്യയായിരുന്നു വൃന്ദ. മഹാവിഷ്ണുവിന്റെ പരമഭക്തിയായിരുന്നു വൃന്ദ. അവളുടെ പാതിവൃത്യം ജലന്ധരന് ചുറ്റും ഒരു സുരക്ഷാ കവചം തീർത്തിരുന്നു. ആ കവചം ഉള്ളിടത്തോളം കാലം സാക്ഷാൽ ത്രിമൂർത്തികൾക്ക് പോലും ജലന്ധരനെ കൊല്ലാൻ കഴിയില്ലായിരുന്നു. ഇത് മനസ്സിലാക്കിയ ജലന്ധരൻ അഹങ്കാരം കൊണ്ട് മതിമറന്നു. സ്വന്തം ശക്തിയിൽ മതിമറന്ന ജലന്ധരൻ ഒടുവിൽ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു. അവൻ സാക്ഷാൽ പാർവതി ദേവിയെ സ്വന്തമാക്കാൻ കൈലാസത്തിലേക്ക് പടനയിച്ചു. കൈലാസം വിറയ്ക്കുന്ന യുദ്ധം. ശിവനും ശിവന്റെ തന്നെ അംശമായ ജലന്ധരനും നേർക്കുനേർ. ശിവൻ തന്റെ ത്രിശൂലം കൊണ്ടും കോപാഗ്നി കൊണ്ടും ജലന്ധരനെ ആക്രമിച്ചു. പക്ഷേ എന്തത്ഭുതം! എത്ര പ്രഹരമേറ്റിട്ടും ജലന്ധരന് ഒന്നും സംഭവിക്കുന്നില്ല. അവന്റെ രക്തം താഴെ വീഴുന്നില്ല. അവൻ തളരുന്നുമില്ല. അകലെ കൊട്ടാരത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഭാര്യ വൃന്ദയുടെ പാതിവൃത്യം അവനൊരു ഉരുക്ക് കവചമായി നിൽക്കുകയാണ്. വൃന്ദയുടെ പ്രാർത്ഥന തകർക്കാതെ സാക്ഷാൽ പരമശിവന് പോലും ജലന്ധരനെ കൊല്ലാനാകില്ല എന്ന് ദേവന്മാർക്ക് മനസ്സിലായി. ലോകം അവസാനിക്കാതിരിക്കാൻ, ധർമ്മം സംരക്ഷിക്കാൻ മഹാവിഷ്ണുവിന് ഒടുവിൽ ആ കടും കൈ ചെയ്യേണ്ടി വന്നു. വിഷ്ണു മായാജാലം പ്രയോഗിച്ചു. യുദ്ധം ജയിച്ചു വരുന്ന ജലന്ധരന്റെ രൂപത്തിൽ വിഷ്ണു വൃന്ദയുടെ കൊട്ടാരത്തിലേക്ക് പോയി. തന്റെ ഭർത്താവ് യുദ്ധം ജയിച്ചു വരുന്നത് കണ്ട വൃന്ദ സന്തോഷം കൊണ്ട് മതിമറന്ന് ഓടിവന്ന് അവനെ കെട്ടിപ്പിടിച്ചു. ആ നിമിഷം വിഷ്ണുവായ ആ പരപുരുഷനെ സ്പർശിച്ച ആ ഒരൊറ്റ നിമിഷം അവളുടെ പാതിവൃത്യം ഭംഗപ്പെട്ടു. ജലന്ധരനെ കാത്തുനിന്ന ആ ദൈവിക കവചം തകർന്നു വീണു. യുദ്ധക്കളത്തിൽ ജലന്ധരന് പെട്ടെന്ന് തന്റെ ശക്തി ചോർന്നു പോകുന്നതായി തോന്നി. കവചം നഷ്ടപ്പെട്ട ആ നിമിഷം പരമശിവൻ ഒരു നിമിഷം പോലും വൈകാതെ തന്റെ ത്രിശൂലം കൊണ്ട് ജലന്ധരന്റെ ശിരസ് അറുത്തുമാറ്റി. ശിവന്റെ കോപത്തിൽ നിന്ന് ജനിച്ച ആ തേജസ് ഒടുവിൽ ശിവനിൽ തന്നെ ലയിച്ചു. കൊട്ടാരത്തിൽ തന്റെ മുന്നിൽ നിൽക്കുന്നത് ഭർത്താവല്ല, വിഷ്ണുവാണ് എന്ന് വൃന്ദ തിരിച്ചറിഞ്ഞു. ചതിക്കപ്പെട്ട ആ സ്ത്രീയുടെ കോപം അണപൊട്ടി. അവൾ വിഷ്ണുവിനെ ശപിച്ചു. എന്റെ ഭർത്താവിനെ ചതിയിലൂടെ കൊന്ന നീ അടുത്ത ജന്മത്തിൽ സ്വന്തം ഭാര്യയെ പിരിഞ്ഞ് കാട്ടിൽ അലയും. നീ വെറും ഒരു കല്ലായി പോകും. ഈ ശാപം കാരണമാണ് രാമായണത്തിൽ രാമന് സീതയെ പിരിയേണ്ടി വന്നത്. വിഷ്ണു ഗണ്ഡകി നദിയിലെ ശാലിഗ്രാമം എന്ന കല്ലായി മാറി. വൃന്ദ അഗ്നിയിൽ പ്രവേശിച്ചു. എന്നാൽ അവളുടെ ഭക്തിയെ മാനിച്ച് വിഷ്ണു അവളുടെ ചാരത്തിൽ നിന്ന് ഒരു ചെടി സൃഷ്ടിച്ചു, തുളസി. വിഷ്ണു പറഞ്ഞു, എനിക്ക് ലക്ഷ്മിയേക്കാൾ പ്രിയപ്പെട്ടവൾ നീയായിരിക്കും. തുളസി ഇല്ലാത്ത പൂജ ഞാൻ സ്വീകരിക്കില്ല. അങ്ങനെ ഒരു വലിയ യുദ്ധവും ചതിയും സ്നേഹവുമാണ് ഇന്ന് നമ്മൾ കാണുന്ന തുളസി ചെടിക്ക് പിന്നിലുള്ളത്.